ഇടുക്കി ചിന്നക്കനാലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തടയാൻ പ്രത്യേക റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ഉടൻ നിയമിക്കും. വനമന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചതാണ് ഇത്. ആനകളെ സുരക്ഷിതമായി കാട്ടിലേക്ക് തിരിച്ചു കയറ്റാൻ ആധുനിക ഉപകരണങ്ങൾ പുതിയ RRT സംഘത്തിന് നൽകും. സർക്കാർ ഉത്തരവ് പ്രകാരമാണ് പുതിയ സംഘത്തെ നിയോഗിക്കുന്നത്. കാട്ടാനകളുടെ ശല്യം സങ്കീർണമാണ് എന്നും മുഴുവൻ പ്രദേശത്തും വേലി സ്ഥാപിക്കുക പ്രായോഗികമല്ല എന്നും മന്ത്രി പറഞ്ഞു. ജൂൺ 8 ചിന്നക്കനാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാരിയുടെ മകൻ രക്ഷിനെ മന്ത്രി സന്ദർശിച്ചു. രക്ഷിനെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുന്ന വഴിയാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മാരി കൊല്ലപ്പെട്ടത്. രക്ഷിനും പരിക്കേറ്റിരുന്നു. മാരിയുടെ കുടുംബത്തിന് വനം വകുപ്പ് അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കുകയും 2 മക്കളുടെയും വിദ്യാഭ്യാസം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇവിടെ സ്ഥിരമായി ഇതൊരു യാഥാർത്ഥ്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു അഡീഷണൽ RRT അതിപ്പോൾ തന്നെ ഉത്തരവിറക്കുന്നതായിരിക്കാം. ആ RRTയുടെ പ്രവർത്തനവും സേവനവും കൂടെ ഈ പ്രദേശത്ത് അടിയന്തരമായി ചെയ്യുന്നു. ബാക്കി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്തിട്ട് എന്താണ് ശാശ്വത പരിഹാരം എന്നുള്ളത് ഒന്നുകൂടെ പരിശോധിക്കാവുന്നതാണ്. ബേസിക്കലി ഇതിന്റെ കോറിഡോർ, ഇതിന്റെ സഞ്ചാരപഥം തടസ്സപ്പെട്ടതാണ്. അവിടെ ട്രൈബൽ റീസെറ്റിൽമെന്റ് ഉണ്ടായിട്ടുണ്ട് ചില ഭാഗങ്ങൾ. അതിനുശേഷം സ്വകാര്യ റവന്യൂ ഭൂമിയിൽ തന്നെ നിർമ്മിച്ച ചില വൻകിട സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം ഇതിന്റെ സഞ്ചാരപഥത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യാൻ ഒക്കും എന്നുള്ളത് ശാസ്ത്രീയമായി പഠിക്കേണ്ടതാണ്. നമ്മൾ ഓരോരുത്തർ പറയുന്ന അഭിപ്രായം വെച്ച് ചെയ്യാൻ ഒക്കുന്നതല്ല. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടെ ഒന്ന് പഠിച്ചിട്ട് വരും ദിവസങ്ങളിൽ നമുക്കൊരു എന്താണെന്ന് ഹൈക്കോടതിയെ തന്നെ അറിയിക്കണമല്ലോ. അന്തിമമായ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. ഹൈക്കോടതിയെ പ്രായോഗിക വശങ്ങൾ അറിയിക്കുന്നതായിരിക്കും.